നമ്മുടെ കൂടെ ഇന്നുള്ള വ്യക്തി എന്ന് പറയുന്നത് സാധാരണക്കാരെ പോലത്തെ ഒരു വ്യക്തിയല്ല, ഒരു മോഡലാണ്. ഇവിടെ ആഴ്ചയിൽ 7 ദിവസത്തിൽ 8 ദിവസം പണിയെടുക്കുന്ന ഒരു പ്രത്യേകതരം വ്യക്തിയാണ്. മണിക്കൂറിന് കോടികളുടെ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ ഒക്കെ കൂട്ടത്തിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് നമുക്കിന്ന് സംസാരിക്കാൻ കൂടെ കിട്ടിയിരിക്കുന്നത്. ഇതൊരു പോഡ്കാസ്റ്റോ വേറൊരു വീഡിയോ അല്ല. ഇവിടെ ഒരു വലിയ ഒരു രാജ്യം തന്നെ കെട്ടിപ്പടുത്തിയ ഒരു KGF റോക്കി ബൈ ജൂനിയറിന്റെ കഥ, അതാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. ഇനി പറയൂ, താങ്കളെ കുറിച്ച് പറയൂ. പറഞ്ഞോ, തിരങ്ങത്തിയേക്കുള്ളൂ. ഞാൻ തന്നെ കേൾക്കാത്ത കുറെ കാര്യം പറഞ്ഞു. ചൂട് പറഞ്ഞോ. എന്താണ് പറയണ്ടേ ക്വസ്റ്റ്യൻ? ഓ, നമ്മുടെ ക്വസ്റ്റ്യൻസ് ബൈ ദ വേ. എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ കാര്യം, പോളണ്ടില് വന്നിട്ട് ഏറ്റവും കഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടാവില്ല, എന്തായിരുന്നു അത്? സത്യം പറഞ്ഞ് എനിക്ക് അത്രയും എനിക്ക് അത്രയും സ്ട്രഗിളിംഗ് പാർട്ട് വന്നിട്ടില്ല. ബൈ ഗോഡ്സ് ഗ്രേസ്. സത്യം ഞാൻ പറയാം. കാരണം പറയാം. ഇല്ല, കാരണം പറ. I have done that earlier. I have given money to your friend actually when I was coming. I think someone, I don't remember, but I did this already. Thank you. പറഞ്ഞോ, കുഴപ്പമില്ല. ഒരു പുള്ളിക്കാരൻ ഇവിടെ ധനസഹായത്തിന് വന്നു. ഇവിടെ അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞാൽ മതി, നിങ്ങളുടെ കൂട്ടുകാരന് കൊടുത്തു എന്ന്. ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. അല്ല, പണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നല്ലേ നമ്മൾ ചോദിച്ച കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ വന്നിട്ട് ഏറ്റവും ക്രേസി ആയിട്ട് നിന്ന ഒരു സംഭവം ഞാൻ പറയാം. ഫസ്റ്റ് തൊട്ട് പറയാം. ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി എനിക്കിവിടെ ഒരു ഫ്രണ്ട് ഉള്ളത് കൊണ്ട് ആ ഗൈഡൻസിന് ഞാൻ ഇവിടെ എത്തിപ്പെട്ടു. സ്ഥലം അങ്ങനെ കിട്ടി. സോ 2 ഫ്രണ്ട്സ് ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സ്റ്റേ ചെയ്യുന്ന സ്റ്റുഡൻറ് ഡോർമെട്രിയിലാണ്. സോ നേരെ അവിടെ പോയി സാധനം എല്ലാം ഇറക്കി. എനിക്ക് റൂമെല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാം കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഞാൻ സ്റ്റേയും സ്ഥലം കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ വന്നിട്ട് സിം എടുക്കുന്നതായാലും അതും എന്റെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തു. നീ അതുകൊണ്ട് സ്വന്തമായിട്ട് പഠിച്ചില്ല. പക്ഷെ എനിക്കറിയാം, എന്റെ റൂംമേറ്റ് ടർക്കിയിൽ നിന്നായിരുന്നു വന്ന്. അപ്പൊ പുള്ളിക്കാരിക്ക് സിം എടുക്കാൻ ഞാൻ സഹായിച്ചു. നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോ നമ്മുടെ അടുത്തത് വേറെ ഓടാനിട്ട് ഏത് സിം ആണ് നല്ലത്. എനിക്കിവിടെ കട അറിയാം, പോയ സിം കിട്ടോ. ഇവിടെ സിമ്മുണ്ടോ? അങ്ങനെ എന്തോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെന്തായിരുന്നു പെസൽ നമ്പർ എടുക്കുന്നത്. അത് എനിക്ക് യൂണിവേഴ്സിറ്റി സഹായിച്ചില്ല. അത് ഞാൻ പിന്നീട് അറിയാം. യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്റ്റുഡന്റ് ഡോർമെട്രിയിൽ നിന്നൊക്കെ പെസൽ നമ്പർ കിട്ടും എന്നുള്ള ഡയറക്റ്റ്ലി. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ക്ലാസ് തുടങ്ങാൻ ഒരു 2 ആഴ്ചക്കുള്ളതുകൊണ്ട് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ തന്നെ പെസൽ നമ്പർ, ഇവിടുത്തെ മുനിസിപ്പൽ ഓഫീസ് സംതിങ്, അവിടെ പോയി ഞാൻ തനിയെ എടുത്തു. ഒരു കുഴപ്പമില്ല. പോവുക, നമുക്കൊരു കൗണ്ടർ തരും. അവിടെ പോയിട്ട് പെസൽ നമ്പർ വേണമെന്ന് അറിയാം. പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് കൊടുത്തിട്ടും പെസൽ നമ്പർ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് പ്രശ്നം, ഒരു കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറച്ച് ആൾക്കാർ പോളിഷ് മാത്രമേ സംസാരിക്കുള്ളൂ, കുറച്ച് ആൾക്കാർ ഇംഗ്ലീഷ് അറിയും. ബട്ട് സ്റ്റിൽ അതും 1-2 വട്ടം കയറി ഇറങ്ങിയപ്പോ ഇവിടെ ഇതൊക്കെയാണ് സംഭവം, ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അത് സഹായിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒക്കെ വേഗം പഠിച്ചാണ്. ഇതൊക്കെ ഞാൻ തനിയെ ചെയ്തതാ. ആകെ എനിക്ക് സിമ്മും പെസൽ നമ്പറും ഞാൻ തനിയെ എടുത്തു. സിമ്മ് മാത്രം ഡോർമെട്രിയും കണ്ടുപിടിക്കാൻ മാത്രമേ എനിക്ക് സഹായം കിട്ടിയുള്ളൂ. പക്ഷെ അല്ല, ഒരു കാര്യം, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ബഡി പ്രോഗ്രാം ആയിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. നിനക്കുണ്ടോന്ന് എനിക്കറിയില്ല. അത് ഇങ്ങനെ ഞാനിപ്പോ 2nd സെമിസ്റ്റർ ആയല്ലോ. ഇനി വരുന്ന ഫസ്റ്റ് ന്യൂ കമേഴ്സിനെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവര് വിടും. അങ്ങനെ താല്പര്യമുള്ള പിള്ളേര് ഓൾറെഡി ഈ പോളണ്ടിലോട്ട് എത്തുമ്പോൾ നമ്മുടെ ഡീൻസ് ഓഫീസിലെ ഇൻഫർമേഷൻ പോകും. സോ നമ്മളെ കോർഡിനേറ്റ് ചെയ്യാൻ വിടും. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്റ്റുഡന്റ് വരുന്നുണ്ട്. സോ പിക്ക് ചെയ്ത് എല്ലാം കാണിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ ഒരാളെ തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അയാളെ ഞാൻ മീറ്റ് ചെയ്തില്ല. അതിന് മുന്നേ ഞാൻ ഈ ഇതെല്ലാം സോർട്ട് ചെയ്തു. അതുകൊണ്ട് പക്ഷെ ഇങ്ങനൊരു ഹെൽപ്പ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്. എനിക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കാര്യം അറിയില്ല, ഇവര് കൊടുക്കുന്നുണ്ട്. ബഡി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാരെ അസിസ്റ്റ് ചെയ്യാൻ കൊടുക്കും ഓൾറെഡി ഉള്ള സ്റ്റുഡന്റ്. നല്ല പരിപാടിയാണ്. അതേപോലെ തന്നെ ഇപ്പൊ നീ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു, പാർട്ട് ടൈം ജോലിയിലേക്ക് നമുക്ക് വരാം. അവിടേക്ക് പോകണ്ട, അക്കോമഡേഷൻ സെറ്റ് ആയി. എങ്ങനെ ഉണ്ടായിരുന്നു അക്കോമഡേഷൻ? ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് ആദ്യമായിട്ടല്ലേ? അതെ, എനിക്ക് ഫസ്റ്റ് എന്റെ റൂംമേറ്റ് ടർക്കിയിൽ നിന്നായിരുന്നു. ഷീ വാസ് ഗുഡ്. കുറച്ച് പുള്ളിക്കാരി ഗുഡ് എന്ന് പറഞ്ഞോട്ടുള്ളൂ, വേറൊന്നും പറയുന്നില്ല സാറ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൺസിസ്റ്റൻസിക്ക് ഒരു
ബേസ് ഉണ്ട് അതിന് നമ്മളും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാവും. പക്ഷെ ആസ് ലോങ് ആസ് നമുക്ക് അവരുടെ ഇന്ററാക്ഷൻ, നമ്മൾ അവരിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, ഷെയർ ചെയ്യുന്ന നോളേജും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം ഒരു റൂമിൽ ഒരു ഡോർമിൽ കഴിയാന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും. അപ്പം അതിന്റെ ഒരു മിനിമം ബേസിക് ഫ്രണ്ട്ഷിപ്പും ഒരു ഹെൽപ്പിംഗ് ഒക്കെ കിട്ടും. ബട്ട് അത് ആരും ആരുടെ അടുത്തൊന്നും കുറെ ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് എക്സ്പെക്ട് ചെയ്യണം. ബിക്കോസ് നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും അത് കിട്ടില്ല. അത് വളരെ റെയർ ആയിട്ട് കിട്ടിയാൽ കിട്ടി. എനിക്ക് കിട്ടിയതൊക്കെ എനിക്കറിയാം, ഒരു കഥ എനിക്കറിയാം. അയ്യോ, എന്തൊക്കെ ഇന്റർനാഷണൽ കഥകളാ. എന്തേലും ആവട്ടെ, എന്റെ ഇന്റർനാഷണൽ കഥകളാ. അത് എന്തൊക്കെ ഇടുക്കി പോയതാ. എന്തേലും ആവട്ടെ, ഇവിടെ പറയാം. ആക്ച്വലി ഇത് ഒരു അപ്പാർട്ട്മെന്റ് ആണ് എന്റെ ഡോർമെട്രി. 2 റൂം, ഒരു കിച്ചൺ, ഒരു ബാത്റൂം, അങ്ങനെയാണ്. എന്റെ റൂമിൽ ഒരാളും കൂടെ കാണാം, അപ്പുറത്തെ റൂമിൽ 2 പേര്. അവർ യുക്രൈനിന്നായിരുന്നു. ദേ വേർ ഓൾസോ ഗുഡ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവര് എറാസ്മസിന് വന്നതാ. ആ പിള്ളേര് 6 months കഴിഞ്ഞപ്പോ പോയി. ബട്ട് ദേ വേർ ഓൾസോ ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശല്യം ഇല്ലാത്ത പിള്ളേർ എന്തോ ഭാഗ്യത്തിന് കിട്ടി. അങ്ങനെ ഏണിയൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവരൊക്കെ മാറി. ഞാൻ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ 3 സോൾജേഴ്സിന്റെ കൂടെയാണ് താമസിക്കുന്നത്. സൂക്ഷിച്ചോ, അല്ലെങ്കിൽ പൊട്ടിക്കും. എനിക്ക് നല്ല പേടിയുണ്ട്. ബിക്കോസ് അറിയാതെ എനിക്കും എന്റെ ലൈഫ് റൊട്ടീൻ അങ്ങനെ മാറുന്നുണ്ട്. ലൈക്ക് അവര് രാവിലെ എണീക്കും 6:00. അവര് ഈ ബഹളത്തിന്റെ ഇടയിൽ ഞാൻ എണീറ്റ് പോകും. 10:00 അവര് ഉറങ്ങും. അവർക്കൊരു പ്ലാൻഡ് ലൈഫാണ്. ലൈക്ക് ട്രെയിനിങ്, സ്വിമ്മിങ്, ജോഗിങ്, അങ്ങനെ. അതിൽ 3 പെൺപിള്ളേരും, ഒരാള് ഇറ്റലി, ഒരാള് ലിത്വേനിയ, ഒരാള് മെർസിഡോണ. സോ ദിസ് ഈസ് ലൈക്ക് I had lived with Turkish, then Ukrainian, then now Mercedona, Italian and Lithuanian. So കൊള്ളാം. എടാ അവിടുത്തെ മെൻഡർ അല്ല, അവിടുത്തെ ഇവിടെ ഓൾ ഇൻ ഓൾ താങ്കൾ മാത്രം. അവര് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടടാ. ഞാൻ തേഴ്സ്ഡേ മാത്രം എനിക്ക് ഓഫ്. അപ്പൊ അവര് ക്ലീനിങ്ങും വേസ്റ്റ് റിമൂവിങ് അതൊക്കെ അല്ല, ഞാൻ അവർക്കറിയാം ഞാൻ ലേറ്റ്, ഞാൻ ഇന്ന സമയത്തൊക്കെയുള്ള. സോ അവര് ചെയ്യോടാ. ഇൻ കേസ് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്താലും അവര് വന്ന് കൂടാ. പറയില്ല, ഓക്കെ ഐ ക്യാൻ ടേക്ക് ദിസ്, യു ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അവിടുത്തെ ചെറിയ ബംഗാളി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ബംഗാളി അല്ല. ഓക്കെ, ബംഗാളി അല്ല. എനിക്ക് ഇവരുടെ നിന്നൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായില്ല. ദൈവമേ കിട്ടാതിരിക്കട്ടെ. ലൈക്ക് അവര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവരുടെ ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ, അവരുടെ ട്രഡീഷണൽ ഫുഡ്. ഇവിടെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നോക്കിയുണ്ട്. അതായത് അവർക്ക് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കണം കേട്ടോ. അവരിനെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ സാറിന് അങ്ങോട്ട് പോവാം. ഈ അടുത്തൊരു കേസ് എവിടെയോ വന്നിരുന്നു ഏതൊരു രാജ്യത്ത്. ഓക്കെ, അത് എനിക്കും പുതിയ കാര്യം, നിങ്ങൾക്കും പുതിയ കാര്യം. അതെ, അതായത് വല്ല അലർജി ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ നീ ഇപ്പൊ അവർക്ക് ഫുഡ് കൊടുത്ത് കൊല്ലാൻ നോക്കുന്ന കേസ് വരുള്ളൂ. എന്റെ ദൈവമേ, സൂക്ഷിക്കുക. അവരുടെ അലർജി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അങ്ങനെ കേസ് കൊടുക്കാൻ മാത്രം മനസ്സുള്ളവരാണെങ്കിൽ. പേരെന്താ പറയാ, അക്കോമഡേഷന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പരിപാടികളൊക്കെ എങ്ങനെയാ? ഞാൻ ആദ്യം വന്നപ്പോ ഭയങ്കര കുക്കിംഗ് ആയിരുന്നു. അയ്യോ, ഞാൻ ഇന്ത്യ ബസാറിൽ പോയി അരി വാങ്ങിക്കുന്നു, സാമ്പാർ വയ്ക്കുന്നു. കൊറേ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ മനസ്സിലായി അത് കുറച്ച് ചെലവുമാണ്, ഭയങ്കര ചെലവല്ല, ബട്ട് സ്റ്റിൽ ചെലവുമാണ്. സമയം, നമ്മുടെ ഇന്ത്യൻ ഫുഡ് വെക്കാൻ കുറെ സമയം എടുക്കും. എനിക്ക് അങ്ങനെ 2-3 കറി. 3 വർഷം ഇന്ത്യൻ ഫുഡ് ഓൺലി. എനിക്ക് യൂണിയും ഷിഫ്റ്റ് കൂടെ ഒക്കെ ആയപ്പോ സമയത്ത് ഞാൻ പിന്നെ പുഴുങ്ങിയതിൽ സ്റ്റോപ്പ് ഇട്ടോ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ, ആഴ്ചയിൽ 6 ദിവസത്തിൽ 8 ദിവസം ജോലിക്ക് പോയി കോടികളുടെ സമ്പാദ്യം പരിപാടി. ഇനി പുഴുങ്ങിയതിൽ കണ്ടിന്യൂ. ഞാൻ പിന്നെ എല്ലാം ബോയിൽഡ് ഫുഡ് ആക്കി. ലെന്റിൽസും സ്വീറ്റ് പൊട്ടറ്റോയും. സാരം ഈസി ഫുഡ് ബട്ട് ഹെൽത്തി. എന്നാൽ അതും ഞാനിപ്പോ റെസ്റ്റോറന്റിൽ ചെയ്യുന്നത് കൊണ്ട് ഫുഡ് അവിടെ നിന്ന് കിട്ടും. സോ അത് ബാലൻസ് ആയി പോകും. അയ്യോ, റെസ്റ്റോറന്റിന്റെ കാര്യം ഇപ്പൊ പറയല്ലേ, നമ്മൾ പിന്നെ പറയും. എന്നാലും പറഞ്ഞു, കുഴപ്പമില്ല, കണ്ടിന്യൂ. ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോ. നീ ഫുഡ് വന്നപ്പോഴുള്ള കാര്യത്തിൽ നമ്മളിങ്ങനെ വരുന്നു. ഫുഡ് ഇറ്റ്സ് ലൈക്ക് സെൽഫ് കുക്കിംഗ് തന്നെ ഇപ്പോഴും ചെയ്യും. പക്ഷെ ആദ്യത്തെ അത്രയും ഭയങ്കര കുക്കിംഗ് ഒന്നുമില്ല. എന്നാലും കുക്ക് ചെയ്യും. ഹെൽത്തി ഫുഡാണ്. നാട്ടിലെ ഫുഡ് ഹാബിറ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നാട്ടിൽ ഞാൻ അമ്മ ഉണ്ടാക്കി തരും, ഞാൻ കഴിക്കും. അമ്മ ഉണ്ടാക്കി തരുന്നില്ല. അവിടെ ഞാൻ ഒറ്റയ്ക്കാണ് നിന്ന് 1 കൊല്ലം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ കഴക്കൂട്ടത്താണ് നിന്നത്. ആ സമയത്ത് ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യും. മിനിമം കുക്കിംഗ് ചെയ്യും, വലിയ കുക്കിംഗ് ഒന്നുമില്ല. ബട്ട് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും കാണും. നമ്മൾ പുറത്ത് പോകും. കഴക്കൂട്ടത്തിൽ ഫുഡ് ഹബ്, യു നോ, നീ വന്നിട്ടുണ്ടോ? 3 മണി വരെ വെളുപ്പാങ്ങനെ 3 മണി ഫുഡ് കിട്ടും. അവിടെ പോയിട്ട് ആ ഹാബിറ്റ് ഒക്കെ മാറി. ഇപ്പൊ ഞാന് ഈ പുഴുങ്ങിയതും ഫ്രൂട്ട്സ് നട്ട്സ് അതൊക്കെ തന്നെ കഴിക്കും. ഓക്കെ, നമ്മൾ ഫുഡിൽ നിർത്തിയില്ലേ,
ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ജോലിയിലേക്ക് വരാം, അല്ലെങ്കിൽ ഫോൺ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഓക്കെ, നീ